ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റിന്റെ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ, അതിൻ്റെ പ്രതിഫലങ്ങളെ പറ്റിയാണ്. 21ഓളം ശ്രേഷ്ഠതകൾ ഈ ഒരു ദിക്റിനുണ്ട്. നമുക്കൊന്ന് കേട്ടാലോ? പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടല്ലോ, ജോലിയില്ലാത്ത വിഷമിക്കുന്ന ആളുകളുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ദിക്റാണ് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റിന്റെ 21 മഹത്വങ്ങൾ നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മളൊക്കെ പണ്ട് മുതലേ കേട്ടിട്ടുള്ള, നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന, എന്നാൽ അതിൻ്റെ വലിയ മഹത്വങ്ങളോ അതിൻ്റെ പ്രതിഫലങ്ങളോ അതിൻ്റെ ശ്രേഷ്ഠതകളോ അറിയാത്ത ഒരു ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് ആ ഒരു ദിക്ർ. വളരെ ശ്രേഷ്ഠമുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇൻഷാ അല്ലാഹ് ആ ദിക്റുമായി ബന്ധപ്പെട്ട് ഏകദേശം 21ഓളം മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ, പ്രതിഫലങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ എഴുതി വെക്കുന്നുണ്ട്. നമുക്കതിലേക്ക് കടന്നു വരാം. 1, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ എന്താണ്? കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ഈ സ്വർഗത്തിൻ്റെ നിധി നമുക്കൊരുപാട് കിട്ടണമെങ്കിൽ ഇത് നമ്മൾ ഒരുപാട് പറയേണ്ടതുണ്ട്. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഈ ഒരു ദിക്ർ അത് ഇന്ന സമയത്തേ പറയാവൂ, ഇന്ന സമയത്ത് പറയാൻ പാടില്ല എന്നൊന്നുമില്ല. ഏത് സമയത്തും, ഏത് സന്തോഷത്തിൻ്റെ നിമിഷത്തിലും പ്രയാസത്തിൻ്റെ നിമിഷത്തിലും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അതിൻ്റെ ഒരു അർത്ഥം? നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചാലോ, പഠിച്ചാലോ? ലാ ഹൗല വലാ ഖുവത, ഒരു തെറ്റലുമില്ല, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തിയുമില്ല, ഒരു തെറ്റലുമില്ല. അതായത് അല്ലാഹു അല്ലാതെ ഒരു ശക്തിയും ഇല്ല. അതായത് എൻ്റെ കാര്യങ്ങൾ നിർവഹിച്ച് നൽകാൻ, എൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാണ് ആ ദിക്റിൻ്റെ മൊത്തത്തിലെ അർത്ഥം. ഇത്രേ ഉള്ളൂ. പക്ഷേ അത് വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ഇതാണ് ഒന്നാമത്തെ ശ്രേഷ്ഠത. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസാണ്, മൻ ഖാല, ഒരുവൻ പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഈ ഒരു ദിക്ർ പറഞ്ഞാൽ കാന ദവാഅം മിൻ 99 ദാഅ, 99 രോഗങ്ങൾക്ക് മരുന്നാണ്, ശിഫ ആണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 99 രോഗത്തിന് ശിഫ ആണ്. അതേതാ? കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, അതുപോലെ ആ ശാരീരികമായ രോഗങ്ങളാവാം, അല്ലാതെ മനസ്സിലുള്ള അസൂയ, കുശുമ്പ്, അതുപോലെ മനസ്സിലുള്ള എന്തൊക്കെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇത് മാനസികമായ രോഗങ്ങൾക്കുള്ള ശിഫ. ഏതൊക്കെ രോഗങ്ങളാണെന്ന് നബി തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല. 99 രോഗങ്ങൾക്ക് ശിഫ ആണ്. ഇതാണ് രണ്ടാമത്തെ മഹത്വം. മൂന്നാമത്തെ മഹത്വമോ ഈ ഹദീസിന്റെ ബാക്കി ചെറിയൊരു വാക്കാണ്. എന്ത്? ഐസറുഹ അൽ ഹമ്മ്. അതായത് മനസ്സിൻ്റെ ടെൻഷൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ, അത് പെണ്ണും ആണും, പ്രത്യേകിച്ച് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് അറ്റാക്ക് വരിക, ഹാർട്ട് അറ്റാക്ക് വരിക, പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവുക. എന്തേ കാരണം? അവർ കഴിക്കുന്ന ഭക്ഷണം, നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണവുമുണ്ട്, നമ്മുടെ ജീവിത സാഹചര്യം, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് മനസ്സിൻ്റെ ടെൻഷനുകൾ. ഒരുപാട് ടെൻഷൻ, വേണ്ടാത്ത കാര്യങ്ങളും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ മനസ്സിലിങ്ങനെ കൊണ്ടുവന്ന് ഒരുപാട് ടെൻഷനുകളാണ്. ഇങ്ങനെ ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് മനസ്സിന് വലിയ പ്രയാസമുണ്ടാകുന്നു, നമ്മുടെ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഐസറുഹ അൽ ഹമ്മ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താണ്? ഐസറുഹ അൽ ഹമ്മ്, അതായത് മനസ്സിൻ്റെ ടെൻഷനുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, സന്താപങ്ങൾ അല്ലാഹു മാറ്റി നൽകുമെന്നാൻ. വീടില്ലാത്തവരെ പറഞ്ഞോളുക, മക്കളില്ലാത്തവരെ നിങ്ങൾ പറയുക, ജോലിയില്ലാത്തവരെ പറയുക. ഈ ഒരു ദിക്ർ ഇങ്ങനെ പറഞ്ഞോ, മനസ്സിൻ്റെ എന്ത് ടെൻഷനാണെങ്കിലും അല്ലാഹു മാറ്റുന്നതാണ്.
ഇതാണ് മൂന്നാമത്തേത്. ഇനിയോ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഫഖറിനെ തൊട്ട് അള്ളാഹു കാക്കും, ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു കാക്കും. ഈ ദിക്ർ ഒരുപാട് പറയുന്നവർ. അതുപോലെ റിസ്ക് ചുരുങ്ങുന്ന അവസ്ഥയെ തൊട്ട് കാക്കുമെന്നാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം യാസീൻ ഓതിയപ്പോൾ 3 യാസീൻ ഓതിയപ്പോൾ ഒന്ന് റിസ്ക് വിശാലമാവാൻ, അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ വസ്ത്രം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട് എല്ലാം റിസ്ക്കിൽ പെടും. ഈ റിസ്ക് വിശാലമാകാനും അതുപോലെ റിസ്ക് ചുരുങ്ങിപ്പോകുന്നതിനെ തൊട്ട് കാവൽ കിട്ടാനും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം, അതാണ് പൂർണ്ണമായിട്ടുള്ള രൂപം. ഈ ദിക്ർ പറഞ്ഞാൽ അല്ലാഹു തആല ഈ റിസ്ക് ചുരുങ്ങുന്നതിനെ തൊട്ട് കാക്കും, റിസ്ക് വിശാലമാക്കി തരും, ദാരിദ്ര്യം ഇല്ലാതാക്കും, കടങ്ങൾ മാറ്റിത്തരും. ഇതാണ് നാലാമത്തെ ശ്രേഷ്ഠത, പ്രത്യേകത. ഇനിയോ അഞ്ചാമതായി ഉലമാക്കൾ പറയുന്നു, ഉറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ ദിക്ർ ഇങ്ങനെ പറഞ്ഞ് ചൊല്ലി കിടന്നു കഴിഞ്ഞാൽ നല്ല സ്വപ്നം അവൻ കാണുകയും ആ സ്വപ്നങ്ങൾ അല്ലാഹു തആല അവനിക്ക് സഫലീകരിച്ചു കൊടുക്കുന്നതാണ്. നമുക്ക് മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട്. ഹറമിൽ പോകണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, നമുക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു ജോലി വേണം, മക്കളൊക്കെ സ്വാലിഹീങ്ങളാവണം. ഇതൊക്കെ എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ നല്ല ഉദ്ദേശങ്ങളാണ്. ഈ മനസ്സിൻ്റെ നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് സഫലീകരിക്കാൻ ഉറങ്ങുന്ന സമയത്ത് നമ്മളിത് ഒരുപാട് പറയുക. നമ്മളെ എല്ലാം കഴിഞ്ഞ് ഉദൂക്ക് എടുത്തിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ലാ ഹൗല വലാ എണ്ണണ്ട വെറുതെ അങ്ങോട്ട് കിടന്നു പറഞ്ഞോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിങ്ങനെ പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠതയായിട്ട് നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാം. ചിലപ്പോൾ ഹറമിൽ നിൽക്കുന്ന ഒരു സ്വപ്നം, ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന ഒരു സ്വപ്നം, നബിതങ്ങളെ സിയാറത്ത് ചെയ്യുന്ന ഒരു സ്വപ്നം. അതൊക്കെ സ്വപ്നം കാണുക മാത്രമല്ല, അത് ജീവിതത്തിൽ സഫലീകരിച്ച് കിട്ടുകയും ചെയ്യുമെന്ന് ഉലമാക്കൾ പറയുകയാണ്. ആറാമത്തേതോ എന്താണ്? മുസ്തജാബു ദുആയായി നമ്മൾ മാറും. ദുആക്ക് എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും ആ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരാളായി നമ്മൾ മാറുന്നതാണ് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ എത്രമാത്രം നമ്മുടെ നാവ് കൊണ്ട് പറയുന്നോ അത്രമാത്രം നമ്മുടെ നാവിന് ദുആക്ക് ഉത്തരം കിട്ടുന്ന നാവായി മാറും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏഴാമത്തേത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം. എപ്പോഴാണ് മരിക്കുന്നതെന്നോ, എവിടെയാണ് മരിക്കുന്നതെന്നോ, എങ്ങനെയാണ് മരിക്കുന്നതെന്നോ, എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്നോ ഒന്നും അറിയില്ല. മരിക്കുന്നത് എവിടെ വെച്ചാണോ, എങ്ങനെയാണോ, നല്ല മരണം നമ്മൾ ആഗ്രഹിക്കുന്നു. ആ ഹുസ്നുൽ ഖാത്തിമ നമുക്ക് കിട്ടാൻ ഈ ദിക്ർ നമ്മൾ പതിവാക്കിയാൽ നമുക്ക് സാധിക്കുന്നതാണ്. എട്ടാമത്തേത് നമ്മുടെ ചെറുപാപങ്ങൾ ഒരുപാടുണ്ട്. കണ്ണുകൊണ്ട് കാണുന്ന, കാതുകൊണ്ട് കേൾക്കുന്ന, നാവ് കൊണ്ട് പറയുന്ന, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന, കൈകൾ കൊണ്ട് ചെയ്യുന്ന, കാലുകൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് ചെറുപാപങ്ങളുണ്ട്. ഈ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു നൽകും ഈ ദിക്ർ ഒരുപാട് വർദ്ധിപ്പിച്ചാൽ. ഒമ്പതാമത്തേത്, വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ജോലിയുടെ ആവശ്യം, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു, മാർക്കറ്റിൽ പോകുന്നു, വിവാഹത്തിന് പോകുന്നു, എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഈ ദിക്ർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ നല്ല രൂപത്തിൽ, അതായത് അപകടങ്ങളൊന്നും പറ്റാതെ നല്ല രൂപത്തിൽ വീട്ടിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് അല്ലാഹു വലിയ തൗഫീക്ക് നൽകുമെന്നാണ്. അപകടങ്ങളൊന്നും സംഭവിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ്. പത്താമത്തേതോ നരകമോചനം കിട്ടുമെന്ന്. ഇത് സ്ഥിരമായി പറയുന്ന ആളുകൾക്ക് നരകത്തിൽ നിന്നുള്ള നരകമോചനം അല്ലാഹു നൽകും. അല്ലാഹുവേ, നരകത്തിൽ നിന്നും മോചനം കിട്ടുന്ന അല്ല, നരകത്തെ കണ്ണുകൊണ്ട് പോലും കാണാതെ സ്വർഗത്തിൽ കിടക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അതിനെന്താണ് ചെയ്യേണ്ടത്? ഈ ദിക്ർ ഇങ്ങനെ ഒരുപാട് വർദ്ധിപ്പിക്കുക. 11ാമത്തേത്, മീസാൻ എന്ന തുലാസിൽ ഒരുപാട് ഭാരം തൂങ്ങുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നവരല്ല, ഒരുപാട് നോമ്പ് പിടിക്കുന്നവരൊന്നുമല്ല. അത്യാവശ്യം നിസ്കാരം നോമ്പൊക്കെ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഇബാദത്തുകളില്ല. ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത പ്രതിഫലം കിട്ടുന്ന ചെറിയൊരു അമലാണ് ഈ ഒരു ദിക്ർ ലാ ഹൗല വലാ ഖുവത. മീസാനിൽ ഒരുപാട് ഭാരം തൂങ്ങുമെന്നാണ്. 12ാമത്തേത്, അർശിൻ്റെ തണൽ കിട്ടുന്ന ഭാഗ്യവാന്മാരുടെ കൂടെ നമുക്കും സ്ഥാനം കിട്ടും. അത് വലിയൊരു ഭാഗ്യമാണ്. ആരും സഹായിക്കാനില്ലാത്ത മഹ്ശറ, ആ മഹ്ശറിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ കിട്ടുന്ന പ്രത്യേക വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ പെടാൻ നമുക്കും സാധിക്കും. എങ്ങനെ? ഈ ദിക്ർ ഇങ്ങനെ ഒരുപാട് പറഞ്ഞാൽ.
13-ാമത്തേതോ നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് അനുഗ്രഹം, എനിക്ക് നല്ലൊരു വാഹനമുണ്ട്, എനിക്ക് നല്ലൊരു കുടുംബജീവിതമുണ്ട്, എനിക്ക് നല്ലൊരു ഒരുപാട് വസ്ത്രങ്ങളുണ്ട്, എനിക്ക് നല്ലൊരു വീടുണ്ട്, ഇങ്ങനെ ഒരുപാട് നല്ലൊരു ജോലിയുണ്ട്, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കണം. നമുക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങൾ നിലനിന്നു പോവണം, നഷ്ടപ്പെട്ടു പോകരുത്. അതിനെന്താ ചെയ്യേണ്ടത്? ഈ ദിക്ർ ഒരുപാട് ഇങ്ങനെ പറയും, ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതെ അത് ദായിമായി അള്ളാഹു നിലനിർത്തുന്നതാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. 14-ാമത്തേത്, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടാതെ മറ്റ് അനുഗ്രഹങ്ങൾ കൂടി കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വീടുണ്ട്, അൽഹംദുലില്ലാ നല്ലൊരു വീടുണ്ട്, പക്ഷേ ആ വീട് സൗകര്യം കുറവാണ്. ഒരു 2 മുറിയേ ഉള്ളൂ. നമുക്ക് എല്ലാവരും കൂടി വരുമ്പോൾ നമുക്ക് ആ മുറിയിൽ കിടക്കാൻ 2 മുറിയിലായിട്ട് ഒതുങ്ങൂല. നമ്മുടെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരക്കുട്ടി എല്ലാവരും ഉള്ളപ്പോൾ ആ 2 മുറി നമുക്ക് സൗകര്യമാവില്ല. അപ്പോൾ ഒരു മുറി കൂടി നമുക്ക് എടുക്കണം. അല്ലെങ്കിൽ ആ വീട് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് മറ്റൊരു നല്ലൊരു വീട് നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വാങ്ങണം. അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പുറമെ മറ്റൊരു അനുഗ്രഹം കൂടി കിട്ടാൻ ഈ ദിക്ർ പതിവാക്കണേ. 14-ാമത്തേതാണ്. 15 കണ്ണേറ്, സിഹിർ, നാന്തോഷങ്ങൾ, കരിനാക്ക്, അസൂയയുള്ളവരുടെ അസൂയയെ തൊട്ട്, മോശം പറയുന്നവരുടെ മോശം പറയുന്നതിനെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നമ്മൾ പതിവാക്കണേ. ചില പുതിയ വീടുകൾ ഇങ്ങനെ പണിയുമ്പോൾ അതിൻ്റെയൊക്കെ സൈഡിലും അതിൻ്റെ മുകളിലും അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് എഴുതി വെക്കുന്നുണ്ട്. അതൊക്കെ ഖൈറാണ്, നല്ലതാണ്. പക്ഷെ അതിങ്ങനെ എഴുതി വെച്ചിട്ട് പോയതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലെക്സിൽ അടിച്ചിട്ട് വെച്ച് പോയതുകൊണ്ട് കാര്യമില്ല. ആരുടെയാണോ, നമ്മുടെയാണ് വീടെങ്കിൽ നമ്മളത് മനസ്സുകൊണ്ട് പറയണം. അല്ലാതെ കുറച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒരു സ്റ്റിക്കർ എടുത്ത് അവിടെ ഒട്ടിച്ചു, അതുകൊണ്ട് വലിയ പ്രതിഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ നമുക്ക് നല്ല നിയ്യത്ത് വേണം. എന്ത്? അല്ലാഹുവേ, നിൻ്റെ വലിയൊരു കാവൽ എൻ്റെ വീട്ടിലുണ്ടാവണം, എൻ്റെ വാഹനത്തിലുണ്ടാവണം. നമ്മൾ മനസ്സുകൊണ്ട് കരുതണം, അല്ലാതെ വേറെ സ്റ്റിക്കർ ഒട്ടിച്ച് പോയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ 15-ാമത്തേത് അതാണ്, കണ്ണേറ്, സിഹർ, നാന്തോഷങ്ങളെ തൊട്ടുള്ള വലിയ കാവൽ. 16 നമുക്കെപ്പോഴും ഈ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഈ ദിക്ർ നിത്യമാക്കുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ ഹിഫാളത്തിൻ്റെ മലക്കുകളുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകും. മലക്കുകൾ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മുഖ്യമന്ത്രി പോകുമ്പോൾ, അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി പോകുമ്പോൾ, നമ്മുടെ ജഡ്ജിമാർ പോകുമ്പോൾ എത്രയോ സെക്യൂരിറ്റിയാണ് എന്നതുപോലെ നമ്മളറിയാതെ നമുക്കൊരു വലിയ സെക്യൂരിറ്റിയാണ് ഈ ദിക്ർ പറയുമ്പോൾ അള്ളാഹു മലക്കുകളെ നമുക്ക് വെച്ച് തരുമെന്നാണ്. 17-ാമത്തേത്, ഒരാൾ ഈ ദിക്ർ എഴുതുന്നതായിട്ടോ അല്ലെങ്കിൽ പറയുന്നതായിട്ടോ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുമെന്നാണ്. ഒരാൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് എഴുതിയ ഒരു സ്റ്റിക്കർ കാണുന്നു, അല്ലെങ്കിൽ എഴുതിയ ഒരു സ്ഥലം കാണുന്നു, എഴുതിയൊരു പേപ്പർ കാണുന്നു, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും പറയുന്നതായിട്ട് കേൾക്കുന്നു, സ്വപ്നത്തിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുമെന്നാണ്, സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകും, കടങ്ങൾ മാറുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ സ്വപ്നത്തിൽ ഈ ദിക്ർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ദിക്ർ ഒരുപാട് പറയുന്നവരാവണം. പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത് അതല്ലേ നമ്മൾ പലപ്പോഴും സ്വപ്നത്തിൽ കാണുന്നത്. ഈ ദിക്ർ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചോളി, ഒരുപാട് പറഞ്ഞോളി. ആ ദിക്ർ സ്വപ്നത്തിൽ കാണാം. കണ്ടാലോ എന്താ വലിയ പ്രതിഫലമാണ്, സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും. 18 നമ്മുടെ ഖബറിൽ നല്ലൊരു കൂട്ടുകാരന്, റഫീഖ, നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടാകും. ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹു കാവൽ നൽകും. 19 ബദർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബിമാര് കടന്നു വരികയാണ്. ചുക്കിച്ചുളിഞ്ഞ വയറുമായി, അതായത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ദിവസങ്ങളായി നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഉണക്കക്കാരക്കയും കുറച്ച് വെള്ളവും കുടിച്ചിട്ടാണ് അവർ വരുന്നത്. മുത്തു നബിയോട് വന്ന സ്വഹാബിമാര് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ കയ്യിൽ ചില ആയുധങ്ങളുണ്ട്. എന്ത്? ഒടിഞ്ഞ വാള്, നുരുമ്പിച്ച വാള്. പക്ഷേ ഞങ്ങളുടെ മനസ്സിലൊരായുധമുണ്ട് നബിയെ. എന്താണ് ആയുധം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റാൻ. ആ ദിക്റിന്റെ ബലത്തിലാണ് ഞങ്ങൾ ഈ യുദ്ധത്തിന് വന്നതെന്ന് സ്വഹാബിമാരിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബദറിന്റെ വിജയം കിട്ടിയ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 20-ാമത്തേതോ, നമ്മുടെ മക്കളിപ്പോൾ എക്സാം എഴുതുന്ന കാലമാണ്. ഏത് എക്സാം ആണെങ്കിലും, അത് 10ാം ക്ലാസ് ആവട്ടെ, +2 ആവട്ടെ, ഡിഗ്രി ആവട്ടെ, നീറ്റ് ആവട്ടെ, നെറ്റ് ആവട്ടെ, 1ാം ക്ലാസ് മുതൽ ഏതൊക്കെ പരീക്ഷകളുണ്ടോ ആ പരീക്ഷ, PSC ടെസ്റ്റ്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ,
അതുപോലെ പ്രവാസികളായിട്ടുള്ള ആളുകൾ അവരുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ പല ഉമ്മമാരും പല സഹോദരിമാരും ഗർഭിണികളാണ്, പ്രസവത്തിൻ്റെ സുഖപ്രസവത്തിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള നമുക്ക് വലിയ പ്രയാസമായിട്ട് തോന്നുന്ന എന്ത് കാര്യവും അള്ളാഹു എളുപ്പത്തിലാക്കി നൽകും. ഈ ദിക്ർ ഓരോ നമസ്കാരത്തിന് ശേഷവും 11 പ്രാവശ്യം ഈ ദിക്ർ ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി കിട്ടുന്നതാണ്. 21-ാമത്തേതോ മക്കളില്ലാതെ വിഷമിക്കുന്നവരെ നല്ല മക്കളെ കിട്ടണോ, കിട്ടിയ മക്കൾ സ്വാലിഹീങ്ങളാവണോ, അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, എല്ലാ മശക്കത്തുകൾ, ദുന്യവിയായ ഉഖ്റവിയായ മശക്കത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമുള്ള മോചനം അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നോ അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നോ നമ്മൾ പറയുക. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ നിത്യമാക്കാൻ, അതുവഴി എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് TV ഷോകളിലും കോമഡി പരിപാടികളിലും നാടകങ്ങളിലുമൊക്കെയായി മുസ്ലിം ഐഡന്റിറ്റിയെ പരിചയപ്പെടുത്താനുള്ള ഒരു ഹാസ്യവാക്കായി മാറിയിരിക്കുന്നു ഈ ലാ ഹൗല. ഇപ്പോൾ ചില നാടകങ്ങൾ അല്ലെങ്കിൽ ചില കോമഡി പരിപാടികൾ, അതിലൊക്കെ ചില മുസ്ലിം കഥാപാത്രങ്ങൾ, അതായത് പച്ച ബെൽറ്റും അതുപോലെ വെള്ള ബനിയനും കളങ്കളമുള്ള മുണ്ടും അതുപോലെ തലയിലൊരു കെട്ടൊക്കെ ആയിട്ട് വന്നിട്ട് ഞാനൊരു മുസ്ലിം കഥാപാത്രമാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ അവർ പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ല, ഒരു പരിഹാസത്തിൻ്റെ രൂപം ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട് സദസ്യരുടെ മുന്നിലേക്ക്, കാണികളുടെ മുന്നിലേക്ക് വരുന്ന പല കോമഡി പരിപാടികളുമുണ്ട്. അപ്പം അങ്ങനെ ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കാതെ അസ്ഥാനത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പദമായി മാറിയിരിക്കുകയാണ് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ശ്രേഷ്ഠമായ ദിക്ർ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഒരുപാട് ദിക്റുകൾ പറയുന്നവരാണ്, ഒരുപാട് സ്വലാത്തുകൾ പറയുന്നവരാണ്. എന്നാൽ ദിക്റുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റാണ്. അതിനുശേഷം പിന്നെ വലിയ സ്ഥാനമുള്ള ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ദിക്റിൻ്റെ പൂർണ്ണമായ രൂപം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ്. അത് വേണമെങ്കിൽ ലാ ഹൗല വലാ ഖുവ, ലാ ഹൗല വലാ ഖുവത, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊക്കെ നമ്മൾ ഷോർട്ടാക്കി അല്ലെങ്കിൽ കുറച്ച് നമ്മൾ പറഞ്ഞു, കുറച്ച് പറയാതെ, അങ്ങനെ പലപ്പോഴും പല രൂപത്തിലാണ് ആളുകൾ പറയാറ്. പണ്ട് കാലത്തെ വല്ലുമ്മമാരും വല്ലുപ്പമാരുമെല്ലാം അവർ പെട്ടെന്നൊരു ഇടിവെട്ടുണ്ടായാൽ പെട്ടെന്ന് അവർ പറയുന്ന ഒരു വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതന്ന് അവർ നിത്യമായി കൊണ്ടുപോയിരുന്നു. അത് കേട്ട് അതിന് ശേഷമുള്ള തലമുറ പഠിച്ചു. പിന്നെ അത് കുറഞ്ഞ് ഇന്നത്തെ തലമുറക്ക് ഈ ദിക്ർ എന്താണെന്നോ അതിൻ്റെ ശ്രേഷ്ഠത എന്തെന്നോ അതിൻ്റെ പ്രതിഫലം എന്താണെന്നോ അതെങ്ങനെയാണ്, എവിടെയാണ്, എന്തിനാണ് പറയേണ്ടതെന്നോ അറിയാത്ത ഒരു സ്ഥിതിയായി മാറി. ചില ആളുകൾ കമൻറ്റുമായി വന്നേക്കാം, ഉസ്താദേ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ ഇത്രമാത്രം വലിയ പ്രതിഫലമുണ്ടോ, ഇതൊക്കെ വെറുതെയല്ലേ? ഒരിക്കലും വെറുതെയല്ല. ആ ചിന്തയാണ് നമ്മളെ ഈ ദിക്റിൽ നിന്നും അകറ്റുന്നത്. ഈ ഒരു ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ മനസ്സിലാക്കി നല്ല ഈമാനോടെ ഇഖ്ലാസോടു കൂടിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട 21 മഹത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് ഈ ദിക്ർ പതിവാക്കാം. ഇനി ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലാം, ഇപ്പോഴല്ല, കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ചൊല്ലാം, അല്ലെങ്കിൽ റമദാൻ ആവട്ടെ റമദാനിൽ ചൊല്ലാം എന്ന് പറഞ്ഞ് പെൻഡിങ്ങിലാക്കി വെക്കേണ്ട ഒരു ദിക്ർ അല്ല ഈ ദിക്ർ. നമുക്കൊക്കെ പ്രയാസങ്ങൾ കൂടി വരികയല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് 15 അല്ലെങ്കിൽ 20 ഒക്കെ നമുക്ക് ചൊല്ലി തീർക്കാവുന്ന വളരെ സിമ്പിളായ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 15 പ്രാവശ്യം ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ നമുക്ക് ചൊല്ലാം. എല്ലാവരും കൂടെ ചൊല്ലണം, മാറി നിൽക്കരുത്. ഉദു വേണ്ട, വലിയ ശുദ്ധിയാണെങ്കിലും ചെറിയ ശുദ്ധിയാണെങ്കിലും എന്താണെങ്കിലും ഈ ദിക്ർ പറയാവുന്നതാണ്. ജോലി തിരക്കാണെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞോളി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ദിക്ർ ചൊല്ലുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഉമ്മമാരൊക്കെ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ദിക്ർ പറയാവുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ
ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതിപ്പോൾ മാത്രമല്ല, ഇനി വരുന്ന റമദാനിലും കഴിഞ്ഞു വരുന്ന ഏത് മാസത്തിലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ പറഞ്ഞാൽ ഒരുപാട് കൂലിയുണ്ട്. മറക്കാതെ ദിക്ർ പറയുക. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദ് ഇത് ഏത് സമയത്താ ചൊല്ലേണ്ടത്? ഏത് സമയത്തും നമുക്ക് പറയാം. ബാത്റൂമിലല്ലാത്ത ഏത് സന്ദർഭത്തിലും നമുക്ക് ഈ ദിക്ർ പറയാവുന്നതാണ്. എത്രമാത്രം നമ്മൾ പറയുന്നു അത്രമാത്രം പ്രതിഫലം അള്ളാഹു നൽകും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ, ദുആവസിയത്ത് പറയുന്നുണ്ടോ, സന്തോഷങ്ങൾ അറിയിക്കുന്നുണ്ടോ, വിഷമങ്ങൾ അറിയിക്കുന്നുണ്ടോ, എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. കടങ്ങൾ മാറ്റി തരുമാറാവട്ടെ. ജോലികൾ അള്ളാഹു ഖൈറിലും എളുപ്പത്തിലുമാക്കുമാറാവട്ടെ. അള്ളാഹു തആല പ്രസവം അടുത്തിരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ റമദാനിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ. ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിതം അവസാനം നമ്മൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും വലിയ തൗഫീഖ് നൽകട്ടെ. ആമീൻ.